നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. നമുക്ക് റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. അപ്പോൾ ഹാപ്പി മൺഡേ എല്ലാവർക്കും ആദ്യം. ആൻഡ് ഞാൻ ഗൈഡൻസ് മെസ്സേജിൽ ഞാൻ ഓൾറെഡി കുറേ ലെക്ചർ പോലെ പറഞ്ഞു, ബട്ട് ഇവിടെ ഞാൻ ചുരുക്കാൻ ശ്രമിക്കാം. നമ്മൾ 30,300 സംതിങ് ആയിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ് ഇതിൽ ചാനലിൽ. നമ്മുടെ ഫാമിലി എന്ന് പറയാം. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ആക്ച്വലി സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. എനിക്ക് സീരിയസ്ലി എൻ്റെ മനസ്സിൽ ഞാൻ അങ്ങനെ ഒരു കണക്ക് ഒരിക്കലും ഞാൻ വെച്ചിട്ടില്ല. 10,000 വരെ ഞാൻ ആദ്യത്തെ നോക്കിയിരുന്നു. ഒരു 10,000 വരെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. നമുക്ക് ആ 10 എത്തിയോ എന്ന് കാണാനുള്ള അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനത് അങ്ങനെ മൈൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും ഇടയ്ക്ക് നമ്പേഴ്സ് കാണും. 30,300 ആൻഡ് സംതിങ് ആണ് ഇപ്പോൾ നിൽക്കുന്നത്. സോ എനിക്ക് വളരെ 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 ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് സത്യം പറഞ്ഞാൽ ഇത് ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാറില്ല, ചാനലിൽ ലൈക്ക് ചെയ്യാൻ പറയാറില്ല, കമൻറ്റ് ചെയ്യാൻ പറയാറില്ല, ഞാനൊന്നും പറയാറില്ല. കാരണം ഞാൻ ആരെയും ഇതാക്കി പറയല്ല കേട്ടോ, സോറി. ഞാൻ എൻ്റെ മനസ്സിൽ പറയാണ്. എനിക്ക് അങ്ങനെ പറയുമ്പോൾ തോന്നും, എന്തിനാണ് നമ്മളത് പറയേണ്ട ആവശ്യം? നമ്മളെന്താ ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്ന ഒരു ജോലി എന്താണ് ഇവിടെ? എനിക്കിപ്പോൾ ഞാൻ നേരിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നില്ല എന്നല്ല, പക്ഷെ ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ എല്ലാവരും മുമ്പിൽ ഇരുന്ന് ഞാൻ സംസാരിക്കുന്നു എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു പോവുക. അത് നിങ്ങൾക്കറിയാം അല്ലേ? എൻ്റെ സംസാരം കേട്ടാൽ അറിയാം ഞാൻ അങ്ങനെയാണ് സംസാരിക്കുന്നത്. സോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എൻ്റെ മുമ്പിലുള്ളത് ഇവിടെ കുറച്ച് ദൈവങ്ങളൊക്കെയാണ്. എൻ്റെ ഒരു ചെറിയൊരു ടേബിൾ ഞാൻ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം. ഇവിടെ എൻ്റെ ദൈവത്തിൻ്റെ കുറച്ച് വിഗ്രഹങ്ങളുണ്ട്, കുറച്ച് ക്രിസ്റ്റൽസ് ഉണ്ട്, ഇതൊക്കെയാണ് ഇവിടെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. പക്ഷെ അപ്പോൾ ഞാൻ ആ ദൈവത്തിൻ്റെ പ്രസൻസിൽ ഇരുന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നതും. ഏഞ്ചൽസ് ഉണ്ട് എൻ്റെ. അപ്പോൾ ഞാൻ അതിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങളെല്ലാവരെയും ഞാൻ കാണുന്ന പോലെ ഇമാജിൻ ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുക. ഇമാജിൻ ചെയ്യല്ല, എൻ്റെ ഓട്ടോമാറ്റിക്കലി എൻ്റെ മൈൻഡ് അങ്ങനെയാണ്. അപ്പം നിങ്ങൾ ഓരോരുത്തരും ഇത് കാണുന്നുണ്ടെങ്കിൽ തന്നെ അത് ഞാൻ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞ് നിങ്ങളിലേക്ക് എത്തിച്ചല്ല അല്ലേ, യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിച്ചു. യൂട്യൂബിൻ്റെ ഇതുണ്ട്, നമുക്കറിയാം. ഓക്കെ, എന്നാലും അത് മാത്രമല്ല, അതിൻ്റെ അപ്പുറം ഒരു ദൈവത്തിൻ്റെ ഒരു കൈയില്ലാതെ ഈ യൂട്യൂബ് പോലും ഒന്നുമല്ല അല്ലേ, യൂട്യൂബിൻ്റെ അൽഗോരിതം പോലും ഒന്നുമല്ല. അതിൻ്റെയും മേലെ ഒരാളിരിക്കുന്നുണ്ട്. ആ പേഴ്സൺ ആണ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതെല്ലാം ആ വരുന്ന ബ്ലെസ്സിങ് അവിടുന്ന് തരുന്നതാണ്. നമുക്ക് കിട്ടുന്നത് കൈനീട്ടി നമ്മൾ സ്വീകരിക്കുന്നു. അതിന് വളരെ എനിക്കിതാ പറയുമ്പോൾ വീണ്ടും ഇമോഷണലായി ഞാൻ പറയില്ല എന്ന് വിചാരിച്ചു. ഓക്കെ, അത് അപ്പം നമുക്ക് തരുന്ന ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ എടുക്കുന്നു അതിനെ. എന്തായാലും അങ്ങനെ എനിക്ക് വരുന്നതാണ്. സോ അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്, വളരെ വളരെ എനിക്ക് സന്തോഷമുണ്ട്. ഞാനത് ഇടയിൽ ഞാൻ ആ ടച്ച് ചെയ്തപ്പോൾ പറയണം എന്ന് വിചാരിച്ചാൽ വിട്ടുപോയി. കാരണം ഞാനതിലേക്ക് അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. വരുന്നത് എന്തും എനിക്ക് ദൈവം തരുന്നു, ഞാനത് ഓക്കെ അങ്ങനെ ആണ് എന്ന രീതിയിൽ ഞാൻ അങ്ങനെ പോകണു, അത്രേ ഉള്ളൂ. ഓക്കെ, സോ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ലൈവ് റീഡിങ് ഞാൻ എത്രയും വേഗം കൊണ്ടുവരാം. അത് നടക്കാത്തത് മെയിൻലി എൻ്റെ സെറ്റപ്പിൻ്റെ പ്രശ്നമാണ്. എനിക്ക് അറിയുന്നില്ല സത്യം പറഞ്ഞാൽ. ഞാൻ ആരോടാ ചോദിക്കാമെന്നും ആരോടൊക്കെ ഞാൻ ചോദിക്കുമ്പോഴും എനിക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. ഞാൻ എങ്ങനെ ചെയ്യുമെന്നുള്ള ചില കാര്യങ്ങൾ എനിക്ക് കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. അതിൻ്റെ ലാപ്ടോപ്പ് വേണോ, ഒരു ലാപ്ടോപ്പ് ഒരു സൈഡ് വെക്കണോ? ലാപ്ടോപ്പ് എനിക്ക് യൂസ് ചെയ്തിട്ട് ഞാൻ ഒരുപാട് എനിക്കറിയാതില്ല, ഞാൻ പറയാൻ IT ആയിരുന്നു. ബട്ട് എന്നാലും എവിടെയോ എനിക്ക് അതിലൊരു കംഫർട്ട് പോയി എനിക്ക് ഫോണ് ഓക്കെ, കുഴപ്പമില്ല, ഫോണ് നല്ല ഈസി ആയിട്ട് നമുക്ക് പറ്റും. പക്ഷേ അപ്പോൾ 2 ഫോൺ വേണോ, എന്താ വേണ്ടത്? എനിക്ക് ആകെ കൂടെ എന്തൊക്കെയോ കൺഫ്യൂഷനാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ വരാം എത്രയും വേഗം. ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു അവസരം ഞാൻ കൊണ്ടുവരാം. മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. എൻ്റെ വാക്കാണ്. സോ ഇന്നിപ്പോൾ നമ്മൾ എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നതിന് ഒരുപാട് നന്ദി. കണ്ടുപോകുന്നവർ നിങ്ങൾ ലൈക്ക് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്തോ എനിക്ക് മാറ്ററല്ല. പക്ഷെ നിങ്ങളെല്ലാവരെയും എൻ്റെ മനസ്സിൽ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഇതാരിലേക്ക് എത്തുന്നോ അവർക്കെല്ലാം ഇതിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ബെനിഫിറ്റെങ്കിലും കിട്ടട്ടെ എന്ന രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ദൈവം എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നു. എൻ്റെ നാവിന്ന് വരുന്ന എന്തും അവിടുന്ന് വരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. അല്ലാതെ നമുക്കൊന്നും ഒരു കഴിവുമില്ല സത്യം പറഞ്ഞാൽ. നമ്മളൊന്നൊന്നുമല്ല. അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നാറ്. സോ നമുക്ക് ഇന്ന് റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കാം. മൺഡേ. അപ്പം ഇന്ന് ഞാൻ ജസ്റ്റ് ഫീലിങ്സ് എടുക്കുന്നുള്ളൂ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. വെറുതെ 2 ഡെക്ക് വെച്ചു. ആക്ച്വലി ഞാൻ വെച്ചാൽ നിങ്ങൾക്ക് ചോയ്സ് തരാം, ഏത് ഡെക്ക് വേണം നിങ്ങൾ ചൂസ് ചെയ്തോളൂ. ഈ ഒരു ഡെക്ക് ഉണ്ട്, നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ. ഈ ഡെക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് പൈൽ 1 ആയിട്ട് ഇതിൻ്റെ പിക്ചേഴ്സൊക്കെ നിങ്ങൾ കാണാറുള്ളതല്ലേ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, അതിഷ്ടമാണെങ്കിൽ ഈ ഡെക്ക് വേണമെങ്കിൽ ഇത് ചൂസ് ചെയ്തോളൂ. അല്ലെങ്കിൽ നമ്പർ വെച്ച് ചൂസ് ചെയ്യാം, 1 and 2 എന്ന് വെച്ച് ചൂസ് ചെയ്യാം. ഇത് പൈൽ 1 ഈ ഡെക്ക് ഞാൻ യൂസ് ചെയ്യാം. ആൻഡ് പൈൽ 2 ഈ ഡെക്കാണ്. നമ്മുടെ ഇതും നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഇതിൻ്റെയൊക്കെ പേര് വേണമെങ്കിൽ ഞാൻ പറയാം. പോട്ടെ.
ഓക്കെ, ഈ കാർഡ്സ് ഞാൻ കാണിച്ചിരുന്നത് നിങ്ങൾക്ക് കാർഡ്സിൽ എന്തെങ്കിലും അട്രാക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ പിക്ചറോ എന്തെങ്കിലും നിങ്ങൾക്ക് റെപ്രസെൻറ്റേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഓക്കെ ഈ കാർഡ്സ് യൂസ് ചെയ്യാം. ഓക്കെ, വെറുതെ ചുമ്മാ 1 and 2. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് അവർ എന്താണ് മുന്നോട്ട് നിങ്ങളുടെ നടക്കാൻ ഒരു സാധ്യത എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ആൻഡ് ജസ്റ്റ് ഒരു ചെറുതായിട്ട് ഒരു ഓവർവ്യൂ മാത്രം. ഓക്കെ, പൈൽ 1 പൈൽ 2 ഞാൻ നമ്പർ വേണമെങ്കിൽ മേലെ എഴുതിയിടാം, പൈൽ 1 പൈൽ 2 എന്ന്. ഓക്കെ, നിങ്ങൾ ചൂസ് ചെയ്തോളൂ. ഞാൻ പൈൽ 1 എന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഓക്കെ, ആൻഡ് ഒറക്കിൾ മെസ്സേജ് എടുക്കണം. ആൻഡ് നിങ്ങൾക്ക് തന്നെ ഞാൻ നെയിം ഇനീഷ്യൽ എടുക്കാം, പ്ലാൻ ഉണ്ട്. ഓക്കെ, ഇനീഷ്യൽസ് എടുക്കാം, ലെറ്റേഴ്സ് എടുക്കാം. നമുക്ക് ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് നമുക്ക് എടുക്കാം. ചാംസ് കൂടി എടുക്കണം എന്ന് വിചാരിച്ചാൽ അങ്ങോട്ട് വേണ്ട. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ആദ്യം എടുക്കാം. അവരെന്താ ചിന്തിക്കുന്നത്, നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളെക്കുറിച്ച് എന്താണ് ഇപ്പോൾ ഫീലിങ്സ്. പൈൽ 1കാർക്ക് നിങ്ങളെ ചിന്തിക്കുന്ന വ്യക്തി അവരിപ്പോൾ എന്താണ് അവരുടെ ഫീലിങ്സ്, കറണ്ട് ഫീലിങ്സ് എന്താണ്. ഓ ഓക്കെ, ഹാർട്ട് ബ്രേക്ക് ആണ്. 9 of Cups, 2 of Pentacles, Fool card, Justice, Ace of Cups, wow, Ace of Swords. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് പറയുമ്പോൾ അവരൊരു ഹാർട്ട് ബ്രേക്കിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആയിരിക്കാം ചിലവർക്ക്. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ അവർ വേദനിപ്പിച്ച് കാണാം. നിങ്ങൾ തമ്മിൽ അകൽച്ച ഉണ്ടെങ്കിൽ അത് അവർക്കും വേദനയുണ്ട്. ഓക്കെ, യെസ്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ഓക്കെ ഇപ്പോൾ ഒരു വിഷമത്തിലിരിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളെ വിട്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവരെയും വേദനിപ്പിക്കുന്നുണ്ട് എന്ന രീതിയിൽ പറയാം. അല്ലെങ്കിൽ അവർ നിങ്ങളെ വേദനിപ്പിച്ചതിനെ കുറിച്ച് ചിന്തിക്കുന്നതും ആയിരിക്കാം. കാരണം ജസ്റ്റിസ് കാർഡും ഉണ്ട് ഇവിടെ, നേരത്തെ ജഡ്ജ്മെൻറ്റും ഉണ്ടായിരുന്നു. എവിടെയോ പേഴ്സൺ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ അവർ നിങ്ങളുമായിട്ട് ഒരു ഇപ്പോൾ അവർ നിങ്ങളെ ഓർക്കുമ്പോൾ 9 of Cups സെൽഫ് ഫീലിംഗ് ആണ്. എന്ന് വെച്ചാൽ ഒരു ആഗ്രഹം അവർക്ക് നഷ്ടപ്പെട്ടോ എന്നുള്ളൊരു ഫീലിംഗ് വരുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അവരുടെ മനസ്സിൽ അവർക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന രീതിയിൽ അവർക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അത് മേ ബി നിങ്ങളെ നഷ്ടപ്പെട്ടു എന്നായിരിക്കാം, റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു എന്നായിരിക്കാം, അല്ലെങ്കിൽ കാരണം അവർ നിങ്ങളെ വേദനിപ്പിച്ച് കാണാം. ഓക്കെ, ആൻഡ് ഇവിടെ 2 of Pentacles ആണ്. സോ ജഗ്ലിംഗ് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു ചിന്തിക്കുന്നുണ്ട്, ഇനി എന്താണ് വേണ്ടത് എന്ന രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ സിറ്റുവേഷൻസ് വേറെ ഉണ്ടാവാം. ഓക്കെ, ആ ജഗ്ലിംഗ് ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളോടുള്ള ലൈക്ക് എന്താണ് ഇനി നെക്സ്റ്റ് വേണ്ടത് എന്നുള്ളൊരു ചിന്തയായിരിക്കാം. കാരണം ഇവിടെ ഫുൾ കാർഡാണ് ഇവിടെ. സോ നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളൊരു ചിന്തയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ജസ്റ്റിസ് ബാലൻസ് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് ജസ്റ്റിസ് ചെയ്യണം, ന്യായം ചെയ്യണം. നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ന്യായം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. Ace of Cups, Ace of Swords ആണ്. സോ തീർച്ചയായിട്ടും ഇവിടെ അവർക്ക് ഫീലിങ്സ്, നിങ്ങളോട് ഒരുപാട് ഫീലിങ്സ് വരുന്നുണ്ട്, ഓവർഫ്ലോ ആവുന്നുണ്ട്. ആൻഡ് അവർ നിങ്ങൾക്ക് Ace of Swords പറയുമ്പോൾ ക്ലാരിറ്റി, നിങ്ങളോട് കമ്മിറ്റഡ് ആണ് പേഴ്സൺ. നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം ഈ പേഴ്സണിനെ. ഓക്കെ, അവർ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് എന്തെങ്കിലും സാഹചര്യം കൊണ്ടായിരിക്കാം. ഓക്കെ, ഒരു അബദ്ധം പറ്റിയതും ആയിരിക്കാം. കാരണം നേരത്തെ ഒരു 7 of Swords ഇടയിൽ വന്നിരുന്നു. സോ അവരെ ഭാഗത്തുനിന്ന് ഒരു അബദ്ധം പറ്റിയതായിരിക്കാം. ഓക്കെ, എന്ത് തന്നെയായാലും നിങ്ങൾക്ക് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവരെ ട്രസ്റ്റ് ചെയ്യാം എന്ന രീതിയിലാണ്. ഓക്കെ, Ace of Swords ആണ്. അവർ ആക്ഷൻ എടുക്കും നിങ്ങൾക്ക് വേണ്ടി. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കും. Ace of Cups ഉണ്ട്. സോ വളരെയധികം അവർ നിങ്ങളെ ഇപ്പം ഫീലിങ്സ് അവരുടെ ഉള്ളിൽ നിങ്ങൾക്ക് വേണ്ടി ഓക്കെ ഉണ്ട്. ആൻഡ് ഇവിടെ കമ്മിറ്റ്മെൻറ്റ് തരുന്ന കാര്യം കാണുന്നുണ്ട്. ഹൈറോഫൻ്റ് ആണ്, സണ്ണാണ്, മൂൺ കാർഡ് ഇമോഷണൽ ആവുന്നുണ്ട്. യെസ്, അവർ ഇമോഷണൽ ആവുന്നുണ്ട്. ഞാൻ പറഞ്ഞു അവർക്ക് നിങ്ങളെ വിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കും വിഷമമുണ്ട്. ഓക്കെ, അവർ നിങ്ങളുടെ അടുത്തേക്ക് അവരും ഇമോഷണൽ ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ആൻഡ് എത്രയും വേഗം അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത്. സോ ഡൗട്ടൊന്നുമില്ല. ആൻഡ് ആക്ച്വലി നിങ്ങൾ തമ്മിൽ സിറ്റുവേഷൻസ് മൂവ്മെൻറ്റ് ഉണ്ടാവും എന്ന് പറയാം നമുക്ക്. ഓക്കെ, റിലേഷൻഷിപ്പ് മുന്നോട്ട് മൂവ് ചെയ്യും എന്ന രീതിക്ക് പറയാം. ചില കാര്യങ്ങൾ മറിഞ്ഞിരുന്നു, എനിക്ക് ചില കാര്യങ്ങൾ അവർ മറിച്ചിട്ടുണ്ടാവാം നിങ്ങളുടെ അടുത്ത് നിന്ന്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ വന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം ചിലവർക്ക്. ഓക്കെ, നമുക്ക് കൂടുതൽ ഡെപ്തിലേക്ക് പോകണ്ട. ജസ്റ്റ് അവർ ഫീലിങ്സ് വൈസ് നമുക്ക് പറയുമ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇത് എവിടെയോ ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ടൊരു വളരെ കമ്മിറ്റഡ് ആയിട്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് വളരെ പോസിറ്റീവ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് അവർ. ആൻഡ് ഹൈറോഫൻ്റ് പറയുമ്പോൾ നമ്മൾ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ കൂടി ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ
വളരെ ഹാപ്പിയാണ് എന്ന രീതിക്കും പറയാം. അവരുടെ ഉള്ളിൽ എവിടെയോ ഇപ്പോൾ ഒരു സ്പിരിച്വൽ അവേക്കനിങ് തുടങ്ങിയ പോലെ എനിക്ക് കാരണം ചില ഹാർട്ട് ബ്രേക്സ് കഴിയുമ്പോൾ ഓക്കെ അത് എവിടെയോ ആ പേഴ്സണെ അവേക്കൻ ചെയ്യുന്നുണ്ടാവാം. എനിക്ക് അങ്ങനെ എൻ്റെ ഒരു മൈൻഡിൽ തോന്നി. ചിലവർക്ക് സ്പിരിച്വൽ കണക്ഷനിലുള്ളവർക്ക് ഓക്കെ മേ ബി നിങ്ങളുടെ പേഴ്സൺ അവേക്കൻ ആവുന്നുണ്ടാവും. എന്നിട്ട് അവർക്ക് നിങ്ങൾ എന്താണ് അവരുടെ ലൈഫിൽ എന്നുള്ള ആ ഒരു മനസ്സിലാക്കൽ ഓക്കെ അത് വരുന്നതായിട്ട് എനിക്ക്, കാരണം ഇവിടെ ഡിപ്രഷനിലൊക്കെ പോയതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഹാർട്ട് ബ്രേക്കും മൂണും കാണുമ്പോൾ എവിടെ ഒരു ഡിപ്രഷൻ ഫേസ് കടന്നു പോയതായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവും, ദറ്റ് ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടാവും, സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടാവാം, ഹാർട്ട് ബ്രേക്ക് വന്നിട്ടുണ്ടാവാം, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം, അവർ പറഞ്ഞതായിരിക്കാം, തേർഡ് പാർട്ടി എന്തു തന്നെ ആയിക്കോട്ടെ സിറ്റുവേഷൻ ഓക്കെ അതിൽ നിന്ന് ഇപ്പോൾ അവർക്ക് പുറത്ത് വന്നിട്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ തമ്മിൽ മുന്നോട്ട് ജസ്റ്റിസ് അവർ തരാൻ തയ്യാറായിട്ടാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഇവിടെ അവർക്ക് വളരെ സന്തോഷമാണ് നിങ്ങളെ കൂടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ എവിടെ ഒരു കമ്മിറ്റ്മെന്റ് കാണുന്നുണ്ട്, ഒരു ഹയർ പവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബെറ്റർമെന്റ് കൊണ്ടുവരും എന്ന രീതിക്ക് നമുക്ക് പറയാം. ഓക്കെ വളരെ സ്ട്രോങ് ഫീലിങ്സ് ആണ് കാണുന്നത്. പേഴ്സന്റെ ഭാഗത്ത് നിന്ന് എന്താ ആക്ഷൻ ഉണ്ടാവും നോക്കാം നമുക്ക്. എന്തെങ്കിലും ഒരു ആക്ഷൻ. നൈറ്റ് ഓഫ് പെന്റിക്കിൾസ്, 5 ഓഫ് സോർഡ്സ്, 4 ഓഫ് വാൻഡ്സ്, വെരി ഗുഡ്. 10 ഓഫ് പെന്റിക്കിൾസ്, സെയിം തിങ് ഞാൻ പറഞ്ഞില്ലേ, ബാലൻസ് കൊണ്ടുവരും അവർ നിങ്ങൾ തമ്മിൽ. ഓക്കെ നിങ്ങൾ തമ്മിൽ അവരൊരു ബാലൻസ് കൊണ്ടുവരും. ഓക്കെ സോറി പറഞ്ഞു വരും എന്ന് പറയാം. നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് നമ്മളൊരു ഓഫറിൻ്റെ കാര്യമാണ്. സോറി പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ്. ആൻഡ് അവർക്ക് യെസ് റിഗ്രറ്റ് ഉണ്ട്, ശരിക്കും നല്ല റിഗ്രറ്റ് ഉണ്ട്. അവർ ആരുടെയെങ്കിലും വാക്ക് കേട്ടിട്ടുണ്ടെങ്കിലും ചെയ്തു, അല്ലെങ്കിൽ വേറെ തേർഡ് പാർട്ടിയിലേക്ക് പോയി, എന്ത് തന്നെ സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഓക്കെ സിറ്റുവേഷൻ അവിടെ നമുക്ക് വിട്ടേക്കാം. പക്ഷെ ഇപ്പം അവർ ഫീൽ ചെയ്യുന്നത് നിങ്ങളുമായിട്ട് 4 ഓഫ് വാൻഡ്സ് കമ്മിറ്റ്മെന്റ് ആണ്, മാരേജിന്റെ ആണ്. അഗെയിൻ സന്തോഷം എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ജസ്റ്റ് 10 ഓഫ് പെന്റിക്കിൾസ് ആൻഡ് ടെമ്പറൻസ് എല്ലാം വളരെ പോസിറ്റീവാണ്. സ്റ്റാർ കാർഡ്, എംപ്രസ്, ഈശ്വര ഓക്കെ നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർ എത്രയും വേഗം തിരിച്ചു വരാനാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളുമായിട്ട് റീയൂണിയൻ ആണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ ആക്ച്വലി ആക്ഷൻ അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു സോറി പറഞ്ഞു വരലോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാനുള്ളതോ ആക്ഷൻ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഏസ് ഓഫ് സോർഡ്സ് അടക്കമുണ്ട്. സോ അവരെ ഫീലിങ്സ് അവർ എക്സ്പ്രസ് ചെയ്ത് നിങ്ങളോടത്ത് നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ ബെറ്റർ ആക്കും, അങ്ങനെ എടുത്താൽ മതി. ഓക്കെ ഞാൻ ഈ ഡെക്ക് വെച്ചത് ഒറക്കിൾ മെസ്സേജസ്. ഓക്കെ ഒറക്കിൾ മെസ്സേജസ് നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്. സൺ കാർഡ്, ബ്ലോസമിങ് അബൻഡൻസ്, 7th ചക്ര, ആർക്കേഞ്ചൽ യൂറിയൽ, അഗെയിൻ സ്പിരിച്വൽ കണക്ഷൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞില്ലേ. മൂൺ കാർഡ്, ഗോഡസ് ഓഫ് ദ മൂൺ, റിപ്പീറ്റ് ആണ് കണ്ടോ, എല്ലാം റിപ്പീറ്റ് ആണ് വരുന്നത്. ആൻഡ് ഏഞ്ചൽ ഓഫ് ബാലൻസ്, നമ്മുടെ ടെമ്പറൻസിൻ്റെ കാര്യം, ജസ്റ്റിസിൻ്റെ കാര്യം, തിങ്കിങ് മാൻ. പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. എന്താണ് മാൻ ഹോൾഡിങ് എ ഹാർട്ട്. ഏസ് ഓഫ് കപ്സിൻ്റെ ഇത് എഫക്റ്റ് എടുത്തോളൂ, അല്ലെങ്കിൽ നമ്മുടെ കിങ് ഓഫ് കപ്സിൻ്റെ എടുത്തോളൂ. ഓക്കെ നിങ്ങളോട് ഫീലിങ്സ് അവർ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നാണ് ഇപ്പോൾ അവർ വെയിറ്റ് ചെയ്യുന്നത്. മേ ബി ഒരു ഗിഫ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സോറി പറഞ്ഞു വരാം, ഗിഫ്റ്റ് കൊണ്ടുവരാം. ഓക്കെ നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് കമ്മിറ്റ്മെൻറ്റുമായിട്ട് വരാം. ആൻഡ് ഇവിടെ ഏഞ്ചൽ ഓഫ് ബാലൻസിൻ്റെ ഇവിടെ യൂണിവേഴ്സ്, ഏഞ്ചൽസ് നിങ്ങളെ സിറ്റുവേഷനിൽ ബാലൻസ് കൊണ്ടുവരും. ടെമ്പറൻസ് ആണ്, ജഡ്ജ്മെൻറ്റ് അല്ലേ, ജഡ്ജ്മെൻറ്റ് ടെമ്പറൻസിൻ്റെ കാർഡാണ്. സോ യൂണിവേഴ്സായിട്ട് ബാലൻസ് കൊണ്ടുവരും നിങ്ങളുടെ അതിൽ. ഓക്കെ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് റീയൂണിയൻ ഉണ്ടാവും തീർച്ചയായിട്ടും. ഓക്കെ നിങ്ങൾ തമ്മിൽ വളരെ പോസിറ്റീവായിട്ട് ഹാപ്പിനെസ് എന്ന രീതിക്ക് കാണുന്നുണ്ട്. ബ്ലോസമിങ് അബൻഡൻസ്, നിങ്ങൾ ഒന്നിച്ച് ഫ്യൂച്ചറിൽ വളരെ നല്ലൊരു റിലേഷൻഷിപ്പാണ് എനിക്ക് കാണുന്നത്. ആൻഡ് 7th ചക്ര സ്പിരിച്വൽ കണക്ഷൻ്റെ കാര്യമാണ്. ഓക്കെ നമ്മുടെ ടോപ്പ് തലയിൽ മീൻസ് മേലെന്ന് പറയില്ലേ, 7th ചക്ര. ഓക്കെ നമ്മുടെ സ്പിരിച്വൽ കണക്ഷൻ്റെ കാര്യം. ഓക്കെ സോ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ പേഴ്സൺ അവേക്കനിങ് വരുന്നുണ്ട്. നിങ്ങളുടെ അവരുടെ ലൈഫിൽ എന്താണ് എന്നുള്ളത് അവർ മനസ്സിലാക്കാൻ തുടങ്ങുന്നുണ്ട്. അതാണ് ഇവിടെ അവർ മാറ്റം കൊണ്ടുവരുന്നത്. ഓക്കെ ആൻഡ് ഗോഡസ് ഓഫ് ദ മൂൺ അഗെയിൻ ഐ തിങ്ക് ഇമോഷണൽ ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ആൻഡ് ഇതെവിടെയോ നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, മൂൺ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ സ്പിരിച്വൽ കണക്ഷൻസിലൊക്കെ ഉണ്ടാവുന്നതാണ് തീർച്ചയായിട്ടും. ഓക്കെ നിങ്ങളും മൂണായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ടാവും, നിങ്ങളുടെ പേഴ്സണെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എവിടെയോ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. ആൻഡ് കമ്മ്യൂണിറ്റി, യെസ് ഇത് നമ്മൾ സെലിബ്രേഷൻ്റെ കാര്യമാണ്. 4 ഓഫ് വാൻഡ്സ് ഒക്കെ ആയിട്ട് നമുക്ക് എടുക്കാം, 3 ഓഫ് പെന്റിക്കിൾസ് അല്ലെങ്കിൽ 4 ഓഫ് വാൻഡ്സ് ഒക്കെ ആയിട്ട് നമുക്ക് എടുക്കാം. അതായത് നിങ്ങൾ ഒന്നിച്ച് ഓക്കെ കമ്മ്യൂണിറ്റിയുടെ അപ്രൂവലോടെ, അതായത് ശരിക്കും എല്ലാവരും അറിഞ്ഞുകൊണ്ട്, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ സാധിക്കുവാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് എല്ലാവരെയും മുമ്പിൽ വെച്ച് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് അവരൊരു മാരേജ് എന്ന രീതിക്ക് സെലിബ്രേഷൻ ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ സോ വളരെ പോസിറ്റീവായിട്ടാണ് ഇവിടെ എനിക്ക് കിട്ടിയത്. ഫസ്റ്റ് പൈൽകാർക്ക് എനിക്കിങ്ങനെ എപ്പോഴും മറക്കും, ഞാൻ ഓരോ കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഞാൻ ചെയ്യില്ല. നമ്പേഴ്സ് ആൻഡ് ലെറ്റേഴ്സ് കൂടി നോക്കാം, നിങ്ങൾക്ക് മാച്ച് ആവുമോ നോക്കാം. ലെറ്റേഴ്സ് കൂടുതൽ വന്നു.
രണ്ടും വേറെ വേറെ ബൗളിലിട്ടാലും ശരിയാവുള്ളൂ. ഓൾറെഡി കുറേ ലെറ്റേഴ്സ് വന്നിട്ടുണ്ട്, കുറേ ഉണ്ട് ഇവിടെ. ഓ മൈ ഗോഡ്. ഓക്കെ, ഇത് ഞാൻ എത്ര സൂം ചെയ്ത് കാണിച്ചാലും നിങ്ങൾക്ക് കാണില്ല കേട്ടോ. സോറി, ഞാൻ പറയുന്നത് നിങ്ങൾ വേണമെങ്കിൽ അപ്പം തന്നെ ഒരു പെന്നൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചാൽ അല്ലെങ്കിൽ ഫോണിൽ ടൈപ്പ് ചെയ്തോളൂ. എനിക്കതേ രക്ഷയുള്ളൂ. ഓക്കെ, 6 ആണ് ഇതൊക്കെ, 9 ഉണ്ട് 6 ഉണ്ട്. ഓക്കെ, നമ്പേഴ്സ് ഇവിടെ എനിക്ക് കാണുന്നത് 0 1 0 1 2 7 5 8 ഉണ്ട്. ഓക്കെ, 4 ഉണ്ട്, സോറി 4 ഉണ്ട്. ആൻഡ് 2 8 ഉണ്ട്, 2 6 ഉണ്ട്, 2 9 ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്സ് ആയിരിക്കാം, നിങ്ങളുടെ വയസ്സിൻ്റെ വലുതും മാച്ച് വരാം. 26 45 17 17 20 എന്തൊക്കെ, 29 26 28 29 27. ഓക്കെ, ആ ഏജുകാരായിരിക്കാം. 41 40 45 42 അങ്ങനെയൊക്കെ നിങ്ങളുടെ ഏജസ് ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ അല്ലെങ്കിൽ ഫോൺ നമ്പേഴ്സിൻ്റെ വല്ലതും നമ്പേഴ്സൊക്കെ നിങ്ങൾക്ക് റിപ്പീറ്റഡ് നമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ മേ ബി അതെവിടെയെങ്കിലും നിങ്ങളുടെ ഫോൺ നമ്പേഴ്സിലോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഡേറ്റ്സ് നിങ്ങൾക്ക് റെപ്രസെൻറ്റേഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം, നിങ്ങൾ മീറ്റ് ചെയ്ത ഡേറ്റ് ആവാം, പേഴ്സൻ്റെ ബർത്ത് ഡേറ്റ് ആവാം, എന്തും ആവാം. ഓക്കെ, സോ 0 1 2 4 7 5 ആൻഡ് ഇവിടെ 9 റിപ്പീറ്റ് ഉണ്ട്, 6 റിപ്പീറ്റ് ഉണ്ട്, 8 റിപ്പീറ്റ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ലെറ്റേഴ്സ് എനിക്ക് കാണുന്നില്ല, ഇവിടെ ലൈറ്റ് ഇടണം. ഓക്കെ, L O. ഓക്കെ, ഇവിടെ A B ഉണ്ട് ആദ്യം തന്നെ. A B G T W V F S D Z Q N I. ഓക്കെ, ലൈനിൽ വായിക്കാൻ എനിക്ക് കിട്ടില്ല കാരണം മിക്സപ്പ് ആണ്. A B D G F S O വേണ്ടത്തിന് എത്തിപ്പോ L I ഒക്കെയാണ്. ഓക്കെ, ലെറ്റേഴ്സ് ഇതൊക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ആവാം. നിങ്ങളുടെ പേരായിരിക്കാം, നിങ്ങളുടെ പേഴ്സൻ്റെ പേരായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ ഏതെങ്കിലും ലെറ്റേഴ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ വാക്കുകളൊക്കെ ഉണ്ടാക്കാൻ കിട്ടും. ഇതിനെ കുറച്ച് ശ്രദ്ധിച്ചാൽ ട്രൈ ചെയ്യാം. VOW വാവ് എന്ന് പറയും. വാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വാക്ക് തരൽ എന്ന രീതിക്ക് എടുക്കാം. എന്തോ അങ്ങനെ തോന്നി. ഓക്കെ, വാക്ക് തന്നിട്ടുണ്ടാവാം നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ വാക്ക് തരും എന്ന് പറയാം. കമ്മിറ്റ്മെൻ്റ് കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ. ഓക്കെ, അങ്ങനെ ആവാം. SET അല്ല, സോറി ഇത് B ആണ്. BAT ബാറ്റ് ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരാണോ? ഓക്കെ, LAST ലാസ്റ്റ്, FAST ഫാസ്റ്റ്, അങ്ങനെയൊക്കെ ആവാം അല്ലേ. ഓക്കെ, നിങ്ങൾ ആലോചിച്ചോളൂ. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലെറ്റേഴ്സ് വന്നത്. ഞാൻ കൂടുതൽ എടുത്തു പോയി, ഇത്രയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, എനിവേ നിങ്ങൾക്ക് മാച്ച് ആവുമോ നോക്കാം. ആൻഡ് നമുക്ക് പൈൽ 2ലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ആൻഡ് നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് എന്താ വരുന്നത് നോക്കാം. പൈൽ 2 നിങ്ങൾ ഈ ഡെക്ക് ചൂസ് ചെയ്ത ആൾക്കാർക്ക്, സെക്കൻഡ് ഡെക്ക് ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ആൻഡ് ഫ്യൂച്ചറിലേക്ക് അവരെന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ എന്ന് നോക്കാം. കറണ്ട് ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സൻ്റെ. ഓക്കെ, ലെറ്റ്സ് സീ. ഗൈഡൻസ് മെസ്സേജ് കൂടി പോയി കാണും എല്ലാവരും പ്ലീസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നത് ഞാനത് ഇവിടെ പറയില്ലല്ലോ, ജനറൽ ആയിട്ടുള്ളത് ഇവിടെ പറയില്ല. ബട്ട് ജനറൽ കൂടി നിങ്ങളുടെ ലൈഫിൽ ആവശ്യം വരും, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ. നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് സെക്കൻഡ് പൈൽകാർക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ഇപ്പോഴത്തെ കറണ്ട് ഫീലിങ്സ്. 8 of Wands, സ്റ്റാർ കാർഡ്, 7 of Swords, 2 of Cups. വാവ്, സോൾമേറ്റ് കണക്ഷൻ ആണല്ലോ. 10 of Swords, 3 of Cups, Judgment, 6 of Swords and High Priestess. Okay, 2 of Pentacles ഇവിടെ ഉണ്ട്, 2 of Swords ഉണ്ട്. ഇവിടെ സോറി തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആണ്. ഫസ്റ്റ് പൈലിൽ ഇത്ര സ്ട്രോങ് ആയിരുന്നില്ല. ഓക്കെ, ഇതിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ചീറ്റിംഗ് എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ അടുത്ത് ചില കാര്യങ്ങൾ മറച്ചു എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, ഇത് മെയിൻലി നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് കണക്ഷൻ ആണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ സോൾമേറ്റ്സ് തന്നെയാണ്. പക്ഷെ പേഴ്സൻ്റെ മൈൻഡിൽ കൺഫ്യൂഷൻ ആണ്. ഓക്കെ, 2 of Pentacles, 2 of
സോൾസ്. പേഴ്സൻ്റെ മൈൻഡിൽ കൺഫ്യൂഷനാണ് കാണുന്നത്. ഓക്കെ, 2 സിറ്റുവേഷൻ തീർച്ചയായിട്ടും ഉണ്ട് അവരുടെ ലൈഫിൽ. ഓക്കെ, അവരതിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വരും എന്ന് പറയാം നമുക്ക്. നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്, സംസാരിക്കാനാണ്. ഓക്കെ, മെസ്സേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഐ തിങ്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. മേ ബി റീസെൻ്റ് പാസ്റ്റിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം, സംസാരങ്ങൾ വന്നിട്ടുണ്ടാവാം. ഓൾറെഡി നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞു കാണാം. ഓക്കെ, ഒരു തേർഡ് പാർട്ടിയെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വേറെ മാരേജ് ചെയ്യാൻ പോണു എന്നായിരിക്കാം. ഓക്കെ, ഹൈറോഫന്റ് ആൻഡ് ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ്, 8 ഓഫ് സോർഡ്സ് ആണ്. നിങ്ങളുടെ പേഴ്സണിന് ചിലപ്പോൾ ഒരു മാരേജ് ഫിക്സ് ആയിട്ടുണ്ടാവാം. ഓക്കെ, ചിലവർക്ക്, അല്ലാത്തവർക്ക് ഓൾറെഡി അവർ മാരീഡ് ആയിരിക്കാം. അത് നിങ്ങൾ നേരത്തെ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പറയും എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിന് ഇപ്പോൾ മേ ബി വേറെ മാരേജ് വരുന്നതായിരിക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ വിവരം അറിയാനുള്ള സാധ്യതയാണ്. ആൻഡ് അത് അവർ നിങ്ങളോട് അത് പറഞ്ഞില്ല. ഓക്കെ, മേ ബി ഫാമിലി ആലോചിച്ചതായിരിക്കാം, ഫാമിലി തീരുമാനിച്ച കാര്യങ്ങളായിരിക്കും. ഓൾറെഡി മാരീഡ് ആണെങ്കിലും മേ ബി ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞു കാണില്ല, അല്ലെങ്കിൽ വേറെ തേർഡ് പാർട്ടി എൻറ്റർ ചെയ്തു എന്ന് പറയാം. അങ്ങനെയാവാം. 2-3 സിനാരിയോ പറയാം നമുക്കിവിടെ. എല്ലാം തേർഡ് പാർട്ടിയെ കുറിച്ചാണ്. സോ എവിടെയോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ചില കാര്യങ്ങൾ മറച്ചു. അത് നിങ്ങൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടോ. കാരണം മൂൺ കാർഡാണ്, ഹിഡൻ്റെ കാര്യമാണ്. 7 ഓഫ് സോർഡ്സും ഹൈഡിങ്ങിൻ്റെ കാര്യമാണ്. സോ നിങ്ങളുടെ അടുത്ത് ചില കാര്യങ്ങൾ മറിഞ്ഞിരുന്നു. ആൻഡ് ഐ തിങ്ക് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പേഴ്സൺ തന്നെ പറഞ്ഞതായിരിക്കാം, വേറെ എവിടെ നിങ്ങൾ ന്യൂസ് കിട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ അത് വരും എന്ന് പറയാം. ഓക്കെ, മേ ബി നിങ്ങൾ അറിയാൻ പോകുന്നുണ്ട്, ഓൾറെഡി ചിലപ്പോൾ അറിഞ്ഞു കാണാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇവിടെ പേഴ്സൺ നിങ്ങളെ ബാക്ക് സ്റ്റാബ് ചെയ്ത പോലെയാണ് ഫീലിംഗ്. ഓക്കെ, അവർ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. ജഡ്ജ്മെൻറ്റ്, 6 ഓഫ് സോർഡ്സ്. മേ ബി അവർ നിങ്ങളെ വിട്ടുപോയി കാണാം. ഓൾറെഡി മൂവിങ് ഓണിൻ്റെ ഒരു എനർജി ഉണ്ട് ഇവിടെ. തേർഡ് പാർട്ടിയിലേക്ക് അവർ മാറിപ്പോയിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉള്ളപ്പോൾ അവർ വേറെ തേർഡ് പാർട്ടിയിലേക്ക് നിങ്ങളെ വിട്ടുപോയി കാണാം ഓൾറെഡി. ചിലപ്പോൾ അങ്ങനെയാവാം. ഓക്കെ, അതായത് നിങ്ങളോട് പറഞ്ഞിട്ട് ചിലപ്പോൾ അവർ മൂവ് ഓൺ ചെയ്ത് കാണാം. അങ്ങനെയാവാം. ഓക്കെ, ഇവിടെ ഐ തിങ്ക് അങ്ങനത്തെ സിനാരിയോസ് ആണ് എനിക്ക് കൂടുതൽ കാണുന്നത്. ഒന്നുമില്ലെങ്കിൽ മാരീഡ്, അല്ലെങ്കിൽ മാരേജ് വരുന്നു, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഓൾറെഡി ഉള്ളത് നിങ്ങൾ അറിഞ്ഞില്ല, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇപ്പോൾ വന്നു എന്നുമായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ പറഞ്ഞിട്ടായാലും പറയാതെ ആയാലും അവർ വേറെ തേർഡ് പാർട്ടിയിലേക്ക് പോയ പോലെയാണ്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ അഗെയിൻ 2-3 കാർഡ്സ് ഇവിടെ നമ്മളെ തേർഡ് പാർട്ടി റെപ്രസെൻ്റ് ഇതുണ്ട്. 3 ഓഫ് കപ്സും ആണ്. സോ അവർ വേറെ ചില എൻജോയ്മെൻറ്റ് തേടിപ്പോയി, അല്ലെങ്കിൽ ആ രീതിക്കൊക്കെ പറയാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്ന് നോക്കുമ്പോൾ അവർക്ക് അതിൻ്റെ റിഗ്രറ്റ് ഉണ്ട് എന്ന രീതിക്കാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, 10 ഓഫ് സോർഡ്സ് ഉണ്ട് ഇവിടെ. അത് കാണുമ്പോൾ എനിക്ക് അവർക്ക് റിഗ്രറ്റ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. ബട്ട് അവർ മൂവ് ഓൺ ചെയ്തതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവർ ഇനിയിപ്പോൾ വേറെ കമ്മിറ്റഡ് ആണെങ്കിൽ അതിൽ സ്റ്റക്കാണ് എന്ന രീതിക്കും കാണുന്നുണ്ട്. തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ വേറെ തേർഡ് പാർട്ടി എന്ത് തന്നെ റിലേഷൻഷിപ്പ് ആയാലും അതിൽ സ്റ്റക്കായിടം പോലെയും തോന്നുന്നുണ്ട്. അതിൽ സ്റ്റക്കാണ് അവർ. ഓക്കെ, അവരൊരു കമ്മിറ്റഡ് ആയിപ്പോയി എന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ അഗെയിൻ 7 ഓഫ് പെന്റിക്കിൾസ്. ഓക്കെ 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 അഗെയിൻ ഞാൻ പറഞ്ഞു, കൺഫ്യൂഷൻ്റെ കാര്യം ഞാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡിൽ ഇപ്പോൾ വളരെയധികം കൺഫ്യൂഷനാണ് നടക്കുന്നത്. ഓക്കെ, അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിനെ ചെയ്യുക എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളോടുള്ള ഫീലിങ്സ് പറയുമ്പോൾ എനിക്ക് ഇവിടെ ഒറ്റ കാർഡേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ, 2 ഓഫ് കപ്സ്. പക്ഷേ ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് കാർഡ്സ് നമുക്ക് പറയാം അല്ലേ. നിങ്ങളോടുള്ള ഫീലിംഗ് വൈസ് നോക്കുമ്പോൾ 2 ഓഫ് കപ്സ് സോൾമേറ്റ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനപ്പുറം വേറെ ഇല്ല. ഓക്കെ, അപ്പോൾ ഫീലിംഗ് വൈസ് യെസ് നിങ്ങളോട് വളരെ സ്ട്രോങ് ആയിട്ടാണ് ഫീലിങ്സ്. ഓക്കെ, ഞാൻ കുറച്ചുകൂടി കാർഡ്സ് എടുത്തേക്കാം. ഇത് ജസ്റ്റ് ഞാൻ കൺഫർമേഷൻസിന് വേണ്ടി എടുത്ത കാർഡ്സ് ആണ്. ഓക്കെ, റീയൂസ് ചെയ്യാം നമുക്ക്. ഈ 2 ഓഫ് കപ്സ് നിങ്ങളോട് അവർക്ക് എന്താ ഫീൽ ചെയ്യുന്നത് നോക്കട്ടെ. ഇതിപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ ആണ് എനിക്ക് വന്നത്. അവരുടെ പേഴ്സൻ്റെ മൈൻഡിൽ ഫീലിങ്സ് നിങ്ങളോട് ആൻഡ് ആക്ഷൻ എന്തെങ്കിലും ഉണ്ടാവുമോ നോക്കാം നമുക്ക്. ഫീലിങ്സ്, വ്യൂവേഴ്സിനെ കുറിച്ച് ഫീലിങ്സ്. സോറി, വിട്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. അകൽച്ച, വിട്ടുപോയല്, ടവർ കാർഡ്. യെസ്, നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ട്. സ്റ്റക്ക് സിറ്റുവേഷൻ ആണ് ഇവിടെ. അവർ വേറെ സിറ്റുവേഷൻസിൽ സ്റ്റക്കാണ്. നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. 9 ഓഫ് കപ്സ് ആണ് ആൻഡ് 2 ഓഫ് കപ്സ് ആണ്. ഓക്കെ, സോ ബെസ്റ്റ് കാർഡ്സ് വന്നിട്ടുണ്ട് ആക്ച്വലി. യെസ്, നിങ്ങളോടാണ് ആഗ്രഹമല്ല, ബട്ട് എവിടെയോ സാക്രിഫൈസ് ചെയ്തു എന്ന രീതിക്ക് പറയാം നമുക്ക്. ഓക്കെ, ഫാമിലിക്ക് വേണ്ടിയിട്ടായിരിക്കാം. ഓൾറെഡി മാരീഡ് ആണെങ്കിൽ അത് കാരണമായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ലൈക്ക് ഫാമിലി പറഞ്ഞു വേറെ മാരേജ് ചെയ്യാൻ, ആ രീതിക്കായിരിക്കാം. എന്ത് തന്നെ ആയാലും ശരി, ടവർ കാർഡ് ഉണ്ട് ഇവിടെ. നിങ്ങൾ തമ്മിൽ ഒരു എൻഡിങ്, ഡെത്ത് ആണ് ഇവിടെ വന്നത്. ഡെത്ത്, നൈറ്റ് ഓഫ് സോർഡ്സ് ആൻഡ് 5 ഓഫ് പെന്റിക്കിൾസ്. അവർക്ക് വരണം എന്നുണ്ട് നിങ്ങളുടെ അടുത്ത്, പക്ഷേ വിട്ടുപോവാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങളെ വിട്ടുപോയതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഈ സിറ്റുവേഷൻ
എൻഡിങ് എന്ന രീതിക്കാണ് സത്യം പറഞ്ഞാൽ ഇവിടെ എനിക്ക് നിങ്ങളുമായിട്ട് ഫ്യൂച്ചർ എന്തായിരിക്കും അതിൻ്റെ പേഴ്സണിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യേണ്ടത്, എന്താണ് ഇവിടെ സോറി, നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, ഒരു ഡൗട്ടും ഇല്ല. ഓക്കെ, യെസ്, വളരെയധികം സ്ട്രോങ് ഫീലിങ്സ് ഉണ്ട് നിങ്ങളോട്. ഏറ്റവും ലൈക്ക് ബെസ്റ്റ് കാർഡ്സ് ആണ് നിങ്ങളെ ഫീലിങ്സിന് വേണ്ടി വരുന്നത്. ക്വീൻ ഓഫ് കപ്സ്, കിങ് ആവാം. ഓക്കെ, കിങ് ഓർ ക്വീൻ. 2 ഓഫ് കപ്സ്, നമ്മുടെ നേരത്തെ വിഷിൻ്റെ കാർഡ് ഞാൻ പറഞ്ഞിരുന്നു. സോ നിങ്ങളോട് ഫീലിങ്സ് യെസ് സ്ട്രോങ് ആണ്, പക്ഷേ അവർക്ക് നിവർത്തിയില്ല. ഓക്കെ, അവർക്ക് നിങ്ങളെ വിട്ടുപോകല്ലാതെ അവർക്ക് വേറെ നിവർത്തിയില്ല. കാരണം അവർ വേറെ കാര്യത്തിൽ കമ്മിറ്റഡ് ആണ്, വേറെ സിറ്റുവേഷനിൽ പെട്ടിരിക്കുകയാണ് എന്ന് പറയാം. ഓക്കെ, അതിനെ ഉപേക്ഷിച്ച് നിങ്ങളെ സ്വീകരിക്കാൻ അവർക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് കാണുന്നത്. എന്ത് തന്നെ നിങ്ങളോട് ഫീലിങ്സ് ഉണ്ടെങ്കിലും ശരി, അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഐ തിങ്ക് ശ്രമിച്ചിരുന്നു നിങ്ങളുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ. ബട്ട് ഐ തിങ്ക് ഫൈനലി അവർ അകന്നു പോകാൻ തീരുമാനിച്ചു എന്നാണ് എനിക്ക് കാണുന്നത്. ബിക്കോസ് ഓഫ് ദ മാരേജ്. യെസ്, അത് തന്നെയാണ്. സോ അവർ ഒന്നുമില്ലെങ്കിൽ അവർക്ക് മാരേജ് വരുന്നു, അല്ലെങ്കിൽ മേ ബി റിലീജിയൻ ഒക്കെ വേറെ ആയിരിക്കും ചിലവർക്ക്. ഓക്കെ, ഇനി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൂടി പറഞ്ഞേക്കാം. റിലീജിയൻ വേറെ ആണെങ്കിൽ ചിലപ്പോൾ ഫാമിലിയുടെ വാക്ക് കേട്ടിട്ട് അവർ വേറെ മാരേജിന് തയ്യാറായി പോകുന്നു എന്ന രീതിക്ക് പറയാം. ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ അവർ ഓൾറെഡി മാരീഡ്, അല്ലെങ്കിൽ മാരേജ് വരുന്നു, അല്ലെങ്കിൽ വേറെ തേർഡ് പാർട്ടി, എന്ത് തന്നെയായാലും ശരി, എവിടേക്കോ അവർ ആ സിറ്റുവേഷനിൽ അവർ സ്റ്റക്കാണ്. അവർക്ക് അതിൽ നിന്ന് ആ കമ്മിറ്റ്മെൻറ്റിൽ നിന്ന് അവർക്ക് ബാക്ക് ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങളോട് എത്ര തന്നെ ഫീലിങ്സ് ഉണ്ടെങ്കിലും, നിങ്ങളോട് എത്ര സോൾമേറ്റ് കണക്ഷൻ ഫീൽ ചെയ്താലും അവർ എൻഡിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ കാര്യം മനസ്സിലാക്കുക. ഇവിടെ പേഴ്സൻ്റെ മനസ്സിൽ ഫീലിങ്സ് ഇല്ലാതെയല്ല. ഓക്കെ, ബട്ട് സാഹചര്യം അവർ അകന്ന് നിൽക്കുമ്പോഴും മനസ്സിൽ നിന്ന് പോകുമെന്നല്ല അർത്ഥം. ഓക്കെ, മനസ്സിൻ്റെ ഉള്ളിൽ ഫീലിങ്സ് നമ്മൾ നോക്കുമ്പോൾ ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ ഇനി അപ്പുറം എന്താ പറയാനുള്ളത് അല്ലേ? ഫീലിങ്സ് യെസ് ഉണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. അവർക്കും അതിൻ്റെ വിഷമവും അവർ അനുഭവിക്കുന്നുണ്ട്, റിഗ്രറ്റ് അനുഭവിക്കുന്നുണ്ട്, റിഗ്രറ്റ് ഉണ്ട്, വിഷമമുണ്ട്. ഓക്കെ, വിട്ടുപോകാൻ അവരും ആഗ്രഹിച്ചിട്ടല്ല, ബട്ട് നിവർത്തിയില്ല. ഓക്കെ, സോ ഐ തിങ്ക് ഇവിടെ നിങ്ങൾ തമ്മിൽ അകന്നിട്ടുണ്ടെങ്കിൽ അത് അവർ എൻഡ് ചെയ്ത് പോയതാണ് റിലേഷൻഷിപ്പ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ കുറച്ച് എക്സ്ട്രാ കാർഡ്സ് കൂടി എടുക്കാം. ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോ? പേഴ്സൺ തിരിച്ചു വരുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ എടുക്കാം. ടാരോ തന്നെ എടുക്കാം. ഓക്കെ, പേഴ്സൺ തിരിച്ചു വരുമോ? നോ എന്ന് പറയുന്നില്ല, വരാൻ സാധ്യതയുണ്ട്, ബട്ട് വളരെ കുറവാണ്. നോ, ആക്ച്വലി ഇവിടെ എനിക്ക് പേഴ്സൺ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോയതായിട്ടാണ് എനിക്ക് കാണുന്നത്. എനിക്ക് വേറെ പേഴ്സണിനെ ചൂസ് ചെയ്ത് പോയി. എനിക്ക് അവർ നിങ്ങളുടെ മേലെ അവർ വേറെ ചോയ്സ് എടുത്തു എന്ന രീതിക്ക് തന്നെയാണ്. നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് ആണ് എനിക്ക് കാണുന്നത്. 3 ഓഫ് സോൾസ് ബാലൻസ് ചെയ്യാൻ അവർക്ക് പറ്റില്ല. ഓക്കെ, അവർ കമ്മിറ്റ്മെൻറ്റ് ചൂസ് ചെയ്തു എന്ന് തന്നെയാണ്. അവരുടെ കമ്മിറ്റഡ് ആയിട്ട് ഉള്ള ഫാമിലി പറഞ്ഞതുകൊണ്ടായിരിക്കാം. ഓക്കെ, അവർ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ അങ്ങനെ ആയിരിക്കാം അവർ അതിനെ ചൂസ് ചെയ്യുന്നു എന്ന രീതിക്കാണ്. ലവേഴ്സ് എനർജി ഉണ്ട്, മേ ബി ചിലപ്പോൾ വേറെ ചോയ്സ് എന്ന രീതിക്ക് എടുക്കൂ. ഇവിടെ ലവർ എന്ന രീതിയിൽ എടുക്കേണ്ട, ചോയ്സ് എന്ന് എടുക്കൂ. അപ്പോൾ അവർ ചൂസ് ചെയ്തത് തേർഡ് പാർട്ടിയാണ്, ഹൈ പ്രീസ്റ്റസ് ആണ്. ആരെങ്കിലും നിങ്ങളെ തമ്മിൽ അകറ്റിയതും ആയിരിക്കാം കേട്ടോ, അങ്ങനെയും പറയാം. ആരെങ്കിലും നിങ്ങളെ തമ്മിൽ വേണം വെച്ച് അകറ്റിയതും ആയിരിക്കാം. നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നറിഞ്ഞ് ആരെങ്കിലും അകറ്റിയതും ആയിരിക്കാം. അവരിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഹോൾഡ് ബാക്ക് ചെയ്യുക തന്നെയാണ്, നിങ്ങളുടെ അടുത്ത് മാറിപ്പോയി എന്ന രീതിക്ക് തന്നെയാണ്. എൻ്റെ ഇവിടെ ഹാർട്ട് ബ്രേക്കിൻ്റെ കാർഡ് ഉണ്ട്. സോ 3 ഓഫ് പെന്റിക്കിൾസ് അഗൈൻ തേർഡ് പാർട്ടിയുടെ കാർഡാണ്. ഓക്കെ, മേ ബി അവർ വേറെ മാരേജ് ചെയ്ത് കാണാം, അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ കളിച്ചതായിരിക്കാം എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ തമ്മിൽ അകറ്റിയ പോലെ എനിക്ക് തോന്നി. ഹൈ പ്രീസ്റ്റസ് 2-3 തവണ വന്നുകൊണ്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് അറിയുന്ന ആരോ നിങ്ങളെ തമ്മിൽ അകറ്റി എന്നും എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, സോറി, ഇവിടെ ഫീലിങ്സ് അവർക്ക് ഇല്ലാഞ്ഞിട്ടല്ല, ബട്ട് ഇപ്പോൾ ഐ തിങ്ക് നിങ്ങൾ ഈ ഒരു പൈൽ ചൂസ് ചെയ്തവർക്ക് പേഴ്സൺ നിങ്ങളെ ഈ സിറ്റുവേഷൻ എൻഡ് ആയ പോലെയാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. നോക്കട്ടെ, ഇതിൽ നിന്നും കൂടി നമുക്ക് എന്താ വരുന്നതെന്നൊന്ന് നോക്കാം. ഈ ഡെക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ചാടി വരുന്ന കണ്ടോ? ബ്രോക്കൺ ഹാർട്ടാണ്. ബ്രോക്കൺ ഹാർട്ട്, ഇൻഡിസിഷൻ. ഞാനിത് ജസ്റ്റ് കാണിക്കണമെന്നേ ഉള്ളൂ, കാരണം നമ്മൾ ഷഫിൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കാണുന്ന കാർഡ്സ് കൂടി ഞങ്ങൾ ചിലപ്പോൾ മൈൻഡിൽ നമ്മുടെ വെക്കാറുണ്ട്. സോ ഇവിടെ കാണുന്നത് ഇതൊക്കെയാണ് എനിക്ക്. ഇൻഡിസിഷൻ, ബ്രോക്കൺ ഹാർട്ട്. എനിവേ ഷഫിൾ ചെയ്തിട്ട് എടുക്കാം, ഞാൻ നോക്കട്ടെ, പറയാം. അതേ കാർഡ്സ് വരാനുള്ളതാണെങ്കിൽ അത് വീണ്ടും വരും, ഇല്ലെങ്കിൽ പോട്ടെ, സാരില്ല. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ ആദ്യമായിട്ടാണ് ഐ തിങ്ക് നമ്മുടെ റീഡിങ്ങിൽ. എന്താണാവോ? ഓക്കെ, ലെറ്റ്സ് സീ. ദേ സ്റ്റോം വാർണിംഗ്, ഫാമിലി, പേഷ്യൻസ്, 6th ചക്ര.
ടെമ്പിൾ പാത്ത്, മാൻ ഹോൾഡിങ് എ ഹാർട്ട് ആൻഡ് ഇൻഡെസിഷൻ അഗൈൻ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ വരാനുള്ളതാണെങ്കിൽ അത് വീണ്ടും വരും. ബ്രോക്കൺ ഹാർട്ട്, സോറി. ഇവിടെ സിറ്റുവേഷൻ്റെ ഒരു യൂണിവേഴ്സ് തീരുമാനിക്കട്ടെ എന്ന് പറയാൻ എനിക്ക് നിർത്തിയുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ഹോപ്പ് കളയാൻ എനിക്ക് മനസ്സ് വരില്ല. ബട്ട് ഞാൻ പറയുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യണ്ട എന്നേ ഞാൻ പറയുള്ളൂ. ഓക്കെ, ഈ സിറ്റുവേഷൻ സ്റ്റോം വാർണിംഗ് ആണ്. സോ ഓൾറെഡി ചിലപ്പോൾ നടന്ന സിറ്റുവേഷൻ ആയിരിക്കാം. ഓൾറെഡി നിങ്ങൾ തമ്മിൽ എൻഡിങ് ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വരാൻ പോകുന്നു എന്ന രീതിക്ക് പറയുന്നുണ്ട്. വാർണിംഗ് തരുന്നുണ്ട്, നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കാൻ വേണ്ടി. ഓക്കെ, അവർക്ക് ഫാമിലി എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. അവർ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന രീതിക്ക് ഞാൻ പറയുന്നു. മേ ബി ചിലവർക്ക് അങ്ങനെയാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഹാപ്പി ഫാമിലി നിങ്ങൾക്ക് വരും എന്ന് പറയാം. ഈ സിറ്റുവേഷൻ അല്ല എന്തായാലും. ഓക്കെ, ഈ സിറ്റുവേഷനിലല്ല എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേറെ ഫാമിലി ഓൾറെഡി ഉണ്ടെങ്കിൽ അവർക്ക് അറ്റൻഷൻ കൊടുക്കുക, അവരെ കെയർ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, ആ പേഴ്സണും ഐ തിങ്ക് അവരുടെ ഫാമിലിയെ ചൂസ് ചെയ്തു എന്ന് പറയാം. ഫാമിലി ആവാം, മിക്ക പാരൻസ് ആവാം, അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അങ്ങനെ ആവാം. അവർ ചൂസ് ചെയ്ത് അവർ മാറിപ്പോയി, പക്ഷെ സ്നേഹമില്ലാഞ്ഞിട്ടല്ല. ഓക്കെ, ഞാൻ പറയാം. ആൻഡ് ഇവിടെ പേഷ്യൻസ് എന്ന് പറയുന്നുണ്ട്. മേ ബി നിങ്ങളുടെ വിത്ത് ടൈം നിങ്ങൾ ഹീലാവും എന്ന രീതിക്ക് എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. ഇത് തിരിച്ചു വരുമോ എന്ന് എനിക്ക് പറയാൻ മനസ്സ് വരുന്നില്ല സത്യം പറഞ്ഞാൽ. ഓക്കെ, നിങ്ങൾ ഹീലാവും. ഓക്കെ, ക്ഷമയോടെ ഇരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഹീലിംഗ് വരും, നിങ്ങൾക്ക് സന്തോഷങ്ങൾ കിട്ടും എന്ന രീതിക്ക് നിങ്ങൾ വിചാരിച്ചോളൂ. ഓക്കെ, നിങ്ങളുടെ ഈ ബ്രോക്കൺ ഹാർട്ട് ഹീലാവും എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ ബ്രോക്കൺ ഹാർട്ട് ഉണ്ട്, നിങ്ങൾ വളരെ വേദനിക്കുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. എനിക്കതിവിടെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ആക്ച്വലി ചിലവർ എംപത്ത് എന്ന് പറയും. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. നമുക്ക് മറ്റുള്ളവരെ എനർജി പിക്ക് ചെയ്യുമ്പോൾ ആ വിഷമങ്ങൾ നമ്മൾ വളരെ ഫീൽ ചെയ്യുന്ന ഒരു ഇതുണ്ട്. അങ്ങനത്തെ ഒരു ഇതുണ്ട് എനിക്ക്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഞാനത് പറയുമ്പോൾ എനിക്ക് ശരിക്കും ഞാൻ വളരെ വളരെ അപ്സെറ്റാണ്. ഞാൻ എന്നെ കൺട്രോൾ ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നന്നായി ഞാൻ നേരിട്ടല്ലാത്തത് എനിക്ക് നന്നായും തോന്നുന്നു. ഓക്കെ, പേഴ്സണൽ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ബട്ട് ചൂസ് ചെയ്തത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവർ ഫാമിലിയെ ചൂസ് ചെയ്തു എന്ന് തന്നെയാണ്. ഓക്കെ, തീരുമാനം എടുക്കാൻ പറ്റായൊന്നുമില്ല, അവരെടുത്തു കഴിഞ്ഞു. എനിക്ക് അങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ അവർക്കും ബ്രോക്കൺ ഹാർട്ട് ഉണ്ട് കേട്ടോ, വിഷമമുണ്ട് അവർക്കും ഡെഫിനറ്റ്ലി. അല്ലാതെ ഇവിടെ ഒരു ഭാഗത്ത് മാത്രം വരില്ല, ഉറപ്പാണ്. കാരണം 2 ഓഫ് കപ്സ് സോൾമേറ്റ് കാർഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അത്രയും അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ പിരിഞ്ഞു പോകാമെന്ന് പറയുമ്പോൾ അതൊരു വേദന തന്നെയാണ് തീർച്ചയായിട്ടും. ഓക്കെ, നമ്മളൊരു എന്തായാലും അങ്ങനെ അത്രയെങ്കിലും ഉണ്ട്. സോ നിങ്ങൾ ഹീലാവും എന്ന് പറയാം. ക്ഷമയോടെ ഇരിക്കുക, നിങ്ങൾക്ക് ഹീലിംഗ് വരും എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരും എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ 6 ചക്ര ആർക്കേഞ്ചൽ ആക്ച്വലി 2-3 കാര്യങ്ങൾ, ഇവിടെ 2 കാര്യങ്ങൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ എവിടെ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് നിങ്ങളിൽ കൊണ്ടുവരാം. ഓക്കെ, മെഡിറ്റേഷൻ ചെയ്യാം. ഇൻറ്റ്യൂഷൻ ഐ തിങ്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാം ദാറ്റ് ഈ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഓക്കെ, ആൻഡ് ടെമ്പിൾ പാത്ത് എന്ന് പറയുന്നുണ്ട്. നിങ്ങളോട് കുറെ കൂടി സ്പിരിച്വൽ ആവാനുള്ള ഒരു ഇതാണ് പറയുന്നത്. ഓക്കെ, നല്ലോണം മെഡിറ്റേഷനൊക്കെ ചെയ്യാം, പ്രാർത്ഥിക്കാം. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ വിഷമത്തിൽ നിങ്ങളെ ഹീൽ ചെയ്യാൻ യൂണിവേഴ്സ് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് ഹീലിംഗ് കൊണ്ടുവരും. ഇവിടെ എന്തോ നിങ്ങൾ പഠിക്കാനുള്ളതായിരിക്കാം ചിലപ്പോൾ. ഓക്കെ, എന്തായാലും ഇവിടെ പേഴ്സണിന് യെസ് ഫീലിങ്സ് ഉണ്ട് തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഒരു പുതിയ പേഴ്സൺ വരും എന്നും പറയാം. എനിക്ക് അങ്ങനെ പറയാനും തോന്നുന്നുണ്ട്. ചിലവർക്ക് നിങ്ങൾക്ക് വേറൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഓക്കെ, നിങ്ങളെ സ്നേഹിക്കാനും കെയർ ചെയ്യാനും. ഐ തിങ്ക് അതുകൊണ്ടായിരിക്കാം ഹീലിംഗ് എന്ന് പറഞ്ഞത്. മേ ബി പേഷ്യൻസ് വെക്കാനും പറയുന്നുണ്ട്, ഹാപ്പി ഫാമിലി എന്നും പറയുന്നുണ്ട്. സോ മേ ബി നിങ്ങളുടെ ലൈഫിൽ വേറെ വ്യക്തി വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ ആ പേഴ്സണിന് ഫീലിങ്സ് ഉണ്ട് എന്നും പറയാം. കാരണം സോൾമേറ്റ് കാർഡ് നമ്മൾ കണ്ടതാണ്. ഓക്കെ, സോ ഐ എം വെരി സോറി. ഓക്കെ, ഞാൻ സെക്കൻഡ് പൈൽ ഐ തിങ്ക് ഇങ്ങനെ വരുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചില്ല. ഇത്രയും ഐ തിങ്ക് ഒരു മോശം ഇതുവരെ റീഡിങ് ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഒരു സെപ്പറേഷൻ്റെയും ഒരു ബ്രോക്കൺ ഹാർട്ടിൻ്റെയും ഒരു ഇത് റീഡിങ് എനിക്ക് ഇത്രയും കാലം വന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ബട്ട് എനിവേ, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ വളരെയധികം സ്ട്രോങ് ആക്കി വെക്കുക. ഓക്കെ, യൂണിവേഴ്സിലെ വിശ്വാസം വെക്കുക. നിങ്ങൾക്ക് വേറെ നല്ലത് തരുമെന്ന് വിശ്വസിക്കുക. ഓക്കെ, പ്രാർത്ഥിക്കുക, നന്നായിട്ട് മെഡിറ്റേഷനൊക്കെ ചെയ്യുക, നിങ്ങളെ തന്നെ ഒന്ന് ബാലൻസിൽ കൊണ്ടുവരാം. ഓക്കെ, സോ ഐ തിങ്ക് നിങ്ങൾക്കുള്ള അഡ്വൈസ് അതാണ്. സോറി, വെരി വെരി സോറി. ഓക്കെ, എനിക്ക് ഓക്കെ, ഞാൻ മറന്നു കണ്ടു. ഞാൻ ഇതാണ് എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് വേണ്ടി നെയിമും ഡേറ്റും എടുക്കാനും നമ്പേഴ്സും എടുക്കാൻ മറന്നു ഞാൻ. ഒരു സെക്കൻഡ്, ഇപ്പം തന്നെ ഓർമ്മ വന്നാണ് നന്നായാലും നിൽക്കുന്നത്.
ഓക്കെ, വന്നോട്ടെ അല്ലേ. ഓക്കെ, ഇവിടെ നെയിം നമുക്ക് ലെറ്റേഴ്സ്, എനിക്കിപ്പോഴും എൻ്റെ നെഞ്ചുവേദന പോയിട്ടില്ല. എനിക്ക് ഈ റീഡിങ് ഈ പൈൽ തുടങ്ങിയപ്പോഴേ എനിക്ക് തുടങ്ങിയതാണ് ആ ഒരു വേദന. ഞാൻ വിചാരിച്ചു എനിക്കെന്തോ പ്രശ്നമായിട്ടാണെന്ന്. ബട്ട് ഇപ്പോൾ പിന്നെ റീഡിങ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. ഓക്കെ, ഇങ്ങനെയൊന്നും വരുത്താതിരിക്കട്ടെ ദൈവം. എനിക്ക് മനസ്സ് മുഴുവൻ എൻ്റെ ആ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. എനിവേ, ലെറ്റേഴ്സ് ഇവിടെ AYJHBKWLPOXF എന്നൊക്കെയാണ് കാണുന്നത്. ഓക്കെ, ഒരു കൂടി പറയണോ? AYJHBKWLPOXF. എവിടെയോ എനിക്ക് ഫോക്സ് എന്നുള്ളൊരു വാക്ക് തോന്നിയിട്ടോ. ആരോ ഇടയിൽ, നിങ്ങളുടെ ഇടയിൽ കളിച്ച്, നമ്മൾ പറഞ്ഞില്ലേ തേർഡ് പാർട്ടിയുടെ എന്തെങ്കിലും നിങ്ങളെ അകറ്റാൻ ആരെങ്കിലും ഒരു എന്താ പറയുക, ഫോക്സിൻ്റെ എന്താ നമ്മൾ പറയുക, അവർക്ക് ഒരു സാമർത്ഥ്യം എന്ന് പറയില്ലേ, അങ്ങനെ ആരെയും കാണിച്ചോ എന്നൊരു ഡൗട്ടുണ്ട് എനിക്ക്. ആൻഡ് വേറെ ഏതാ വാക്ക് ഇവിടെ കിട്ടുക? എന്തെങ്കിലും PAY പേ. ഓക്കെ, എന്തെങ്കിലും സോറി, നിങ്ങൾക്ക് ലെറ്റേഴ്സ് ഏതെങ്കിലും മാച്ച് ആവാം. അല്ലെങ്കിൽ നമ്പേഴ്സ് ഇവിടെ 1 2 ഓക്കെ എല്ലാം വന്നിട്ടുണ്ട്. 1 2 3 4 5 2 തവണയുണ്ട്. 6 7 ആൻഡ് 8 2 തവണയുണ്ട്. 9 വന്നിട്ടില്ല. ഓക്കെ, 1 2 3 4 5 6 7 8 എല്ലാം ഉണ്ട്. ആക്ച്വലി എല്ലാ നമ്പേഴ്സും ഉണ്ട്. ആൻഡ് 8 ആണ് റിപ്പീറ്റ്. 8 2 തവണ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് റെസനേറ്റ് ആവാം. ഓക്കെ, വേറെ എടുത്ത് പ്രോമിനൻ്റ് ആയിട്ട് ഇപ്പോൾ പറയാനതിൽ വേറെ ഇല്ല. ഓക്കെ, ഈ നമ്പേഴ്സൊക്കെ നിങ്ങളുടെ ബർത്ത് ഡേറ്റ് ആവാം, പേഴ്സൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം, നിങ്ങൾ മീറ്റ് ചെയ്ത ഡേറ്റ്സ് ആവാം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്കിത് മാച്ച് ആവുമോ എന്ന് കുറച്ചുകൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എനിവേ ഈ ഇത് അധികം ആൾക്കാർ ഈ പൈൽ ചൂസ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് ഞാൻ ഹോപ്പ് ചെയ്യുന്നു. ഓക്കെ, സോറി. ആൻഡ് എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. പോസിറ്റീവായിട്ടിരിക്കാം. ഓക്കെ, നന്ദി, നമസ്കാരം.